Hi friends, ഇന്ന് നമുക്കൊരു വെറൈറ്റി ഡിഷ് ട്രൈ ചെയ്യാം. എഗ് നൂഡിൽസ് വിത്ത് മീറ്റ് ബോൾസ്. നമുക്ക് അതിന് വേണ്ടി മിൻസ് മീറ്റാണ് വേണ്ടത്. ബഫലോ മിൻസ് മീറ്റാണ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ബഫലോ മിൻസ് മീറ്റ് എടുക്കാം. അതിനെ നമുക്ക് ഒരു ബോളിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിലോട്ടേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കുറച്ച് ഗാർലിക് റഫ്ലി ചോപ്പ് ചെയ്തേക്കാണ്, ജിഞ്ചർ ഒരു ഫ്ലേവറിന് വേണ്ടി ആഡ് ചെയ്യണതാണ് നമ്മൾ. സീസൺ ചെയ്യാം. സീസൺ വിത്ത് പെപ്പർ ആൻഡ് സോൾട്ട്. നമ്മുടെ ടേസ്റ്റിന് ഇഷ്ടമായിട്ട് നോക്കുന്ന രീതിയിൽ നമുക്ക് സോൾട്ട് ആഡ് ചെയ്യാം. നമ്മളിത് നന്നായിട്ട് നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഹാൻഡ് കൊണ്ട് നന്നായിട്ട് നമുക്ക് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ബോൾസായിട്ട് നമുക്കിതിനെ പിടിക്കാം. മീറ്റ് ബോൾസ് പിടിക്കാം. നമുക്ക് മീറ്റ് ബോൾസ് റോൾ ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ കൈ ഒന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി ഓയിൽ കോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കയ്യിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മീറ്റ് ബോൾസ് നന്നായിട്ട് നമുക്ക് പിടിക്കാം. ഓക്കെ, ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് നമുക്ക് മീറ്റിനെ എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ബോൾ പിടിക്കാം. നമുക്ക് മീറ്റ് ബോൾസ് നമ്മൾ ചെയ്തത് നമുക്ക് ലൈറ്റായിട്ടൊന്ന് പാനിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ചെറുതായിട്ട് നമുക്ക് ഒലിവ് ഓയിൽ പാനൊന്ന് ഓയിലിൽ കോട്ടഡ് ആവുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതിന് നമുക്ക് നന്നായിട്ട് പാനിനെ ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്ത് വിടാം. അപ്പോൾ നമ്മുടെ മീറ്റ് ബോൾസ് ഇരിക്കുമ്പോൾ ആ ഒരു കോട്ടഡ് ഏരിയയിൽ ഇരിക്കുക എന്നുള്ളതാണ്. ഓയിൽ അധികം വേണ്ട, വളരെ കുറച്ച് ഒലിവ് ഓയിൽ മതി. ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസിനെ പയ്യെ ലോ ഫ്ലെയിമിലോട്ടാക്കാം. എന്നിട്ട് നമ്മുടെ ബോൾസ് നമുക്കെടുത്ത് ഒന്നുകൂടി ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്ക് അവിടെ വെച്ച് കൊടുക്കാം. നമ്മൾ ബോൾസ് ചെയ്യുമ്പോൾ അത് പൊട്ടാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് പൊട്ടാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ടേൺ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ മീറ്റ് ബോൾസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഈ സെയിം പാൻ നമുക്ക് ചേഞ്ച് ചെയ്യാണ്ട് നമുക്ക് ഉടനെ തന്നെ നമുക്ക് അനിയൻസ് ആഡ് ചെയ്യാം. അനിയൻസ് ഹാഫ് പോർഷൻ ഓഫ് ദ അനിയൻസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ആഡ് ചെയ്യാണ്. നമ്മുടെ അനിയൻസ് പെട്ടെന്നൊന്ന് സോട്ടേ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നൗ ഇസ് ദ റൈറ്റ് ടൈം ടു ആഡ് ഗാർലിക് ആൻഡ് ജിഞ്ചർ ആൻഡ് ദ ചില്ലീസ്. നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഓണിയൻസ് ഫ്രൈ ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് നമ്മുടെ മസാലകൾ ആഡ് ചെയ്യാം. ഇതിൽ ഇച്ചിരി ക്ലൗ പൊടിച്ചതാണ്. നമുക്ക് ക്ലൗ പൊടിച്ചത് കുറച്ച് ആഡ് ചെയ്യാം. പിന്നെ സിനമൺ, ഗരം മസാല ഫോർ ദ ഇന്ത്യൻ ടേസ്റ്റ്. കുറച്ച് പേപ്പറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. We give it a good mix.
mix in our noodles. I'm taking here 4 big chunks of egg noodles. നന്നായിട്ട് ഫ്രൈ ചെയ്യാം നമുക്കത്. ഫുള്ളി കോട്ട് ചെയ്യാം. നമ്മൾ ചെയ്തേക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഫുള്ളി കോട്ട് ചെയ്ത് കൊടുക്കാം. So for this, forks are better. ഫ്ലെയിം ഹൈ ആയിട്ട് തന്നെ കൊടുക്കാം. ടോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിലൊന്ന് ഹീറ്റ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതിലോട്ട് ചോപ്പ് ചെയ്ത് ഓണിയൻസ് ആഡ് ചെയ്യാം. നമുക്ക് ഗാർലിക്കും അതേപോലെ തന്നെ ജിഞ്ചറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ടേക്ക് നമുക്ക് സ്പൈസസ് ആഡ് ചെയ്യാം. ക്യുമിൻ, സിനമൺ, ഗരം മസാല, pepper, and let's give it a good mix all together. We can add the tomato puree. Tomato paste നന്നായിട്ട് നമുക്കൊന്ന് സോട്ടേ ചെയ്യാം. കുറച്ച് ചൂടുവെള്ളം ചേർക്കാം. കൺസിസ്റ്റൻസി ഒരു സോസി കൺസിസ്റ്റൻസി വെക്കണം നമുക്ക്. Little salt. സോസ് ബോയിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മീറ്റ് ബോൾസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം വേവിക്കാൻ വയ്ക്കാം. നമുക്കപ്പോൾ പ്ലേറ്റ് അപ്പ് ചെയ്യാം. നമ്മുടെ നൂഡിൽസ് ഇവിടെ ഉണ്ട്. നൂഡിൽസ് റെഡി ആയിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നൂഡിൽസ് നമുക്ക് ആദ്യം തന്നെ പ്ലേറ്റിലോട്ടേക്ക് അതിലോട്ടേക്ക് നമ്മുടെ മീറ്റ് ബോൾസ് നമുക്ക് സ്കൂപ്പ് ചെയ്തിടാം. നമ്മുടെ സോസ് നല്ല തിക്കായിട്ടുണ്ട്. So here is the dish, egg noodles with meatballs.